കടത്തനാട് ലേബർ സൊസൈറ്റി തട്ടിപ്പിൽ സൊസൈറ്റി ഭാരവാഹികളെ ചോദ്യം ചെയ്യും. കോൺഗ്രസ് നേതാവും മുൻ സൊസൈറ്റി പ്രസിഡന്റുമായ ടി.വി. സുധീർ കുമാറിനെയും ചോദ്യം ചെയ്യും. ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്ത സുധീർ കുമാറിന്റെ വീട്ടിലും താമസ സ്ഥലത്തും ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തും. സൊസൈറ്റിയിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയും ഇന്ന് ആരംഭിക്കും. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, കോൺഗ്രസിനെ വല്ലാതെ പ്രതികൂട്ടിലാക്കിയ വലിയ രീതിയിലുള്ള ഒരു അഴിമതി ഇനി ചോദ്യം ചെയ്യലാണ്. വളരെ നിർണായകമായ ഘട്ടമാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി അശ്വതി, കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയിലാണ് കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചതിന്റെ പേരിൽ വടകര സ്വദേശിയായിട്ടുള്ള ഇബ്രാഹിം ഹാജി കഴിഞ്ഞ ദിവസം ഈ സൊസൈറ്റി ഭാരവാഹി കൂടിയായിരുന്ന സുധീറിന്റെ, കോൺഗ്രസ് നേതാവിന്റെ വീട്ടിന് മുന്നിലെത്തി തീകൊളുത്തി ആത്മഹത്യ ചെയ്തിരുന്നു. ഈ സംഭവത്തിലൊക്കെ അതിനുശേഷമാണ് പിന്നീട് പോലീസ് കേസെടുക്കുന്നതിലേക്കൊക്കെ കടന്നത്. ഈ ബാങ്കിലെ ഭാരവാഹികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ബാങ്ക് സെക്രട്ടറി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവര് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ബാങ്കിലെത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ബാങ്കിൽ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ബാങ്കിലെ ഈ ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുൻ സൊസൈറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള ടി.പി. സുധീർ കുമാറിനെ ആയിരിക്കും അന്വേഷണ സംഘം ആദ്യം ചോദ്യം ചെയ്യുക. കാരണം ഈ സുധീർ കുമാറിന്റെ വീട്ടിലെത്തിയാണ് ഈ ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ബാങ്കിന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട സുധീർ കുമാറിന് ഏത് തരത്തിലാണ് പങ്ക്, ഇനി ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പ് നടത്തി ഈ ഇബ്രാഹിം ഹാജിയുടെ കയ്യിൽ നിന്ന് പണം സുധീർ കുമാർ സ്വന്തമാക്കിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ സൊസൈറ്റിയിൽ അന്വേഷണ സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു. ഇനി ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ മൊഴിയെടുക്കുകയും കൃത്യമായി ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. രാഖി അശ്വതി.